നിലമ്പൂരിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി 3 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത ബൈപ്പാസ് റോഡ് ഇതുവരെ പ്രാവർത്തികമായില്ല. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവർ വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരവുമില്ല, ബൈപ്പാസുമില്ല എന്ന അവസ്ഥ വന്നതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രതികരിക്കാനുള്ള തീരുമാനത്തിലാണ് ഭൂമി വിട്ടു നൽകിയവർ. നിലമ്പൂരിന്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി 1996 ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള 6 കിലോമീറ്ററിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. ഇതിൽ 2 കിലോമീറ്റർ ഭാഗത്ത് ഭൂമി വിട്ടു നൽകിയവർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്ത് ഭൂമി വിട്ടു നൽകിയ 157 കുടുംബങ്ങളാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരത്തിനായി അലയുന്നത്. വിവാഹം, ചികിത്സ തുടങ്ങി അത്യാവശ്യ കാര്യങ്ങൾക്ക് ഭൂമി പണയപ്പെടുത്തി വായ്പയെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പലരും. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്ന് ഭൂവുടമകൾ പറയുന്നു. 33 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ സ്ഥലം അക്വയർ ചെയ്ത് ഏറ്റെടുത്ത് അതിൻ്റെ ഇരകളാണ് ഞങ്ങൾ. 2 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പേപ്പറിൻ്റെ പുറകെ കളക്ടർ എടുക്കലും MLAയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങി നടന്നു. റിയാസ് മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു 154 കോടി രൂപയും അതിൻ്റെ ഭരണാനുമതിയും നിലമ്പൂരുണ്ട്, ബാക്കിയുള്ള പണം കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അതനുസരിച്ചുള്ള പേപ്പറുകളൊന്നും മുന്നോട്ട് പോയതായി കാണുന്നില്ല. തങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെ നിരന്തരം അവഗണിക്കുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെതിരെ ആസന്നമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാനാണ് ഭൂമി വിട്ടു നൽകിയവരുടെ തീരുമാനം. നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് നീക്കം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം അതിൽ വെളിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിരന്തരം പറഞ്ഞു പറ്റിക്കുന്നവർക്ക് വോട്ടിലൂടെ മറുപടി പറയാൻ ബൈപ്പാസ് കൂട്ടായ്മ തീരുമാനിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി ഇത് മാറും. അമൃത ന്യൂസ്, മലപ്പുറം. ബൈപ്പാസിനായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഇതിന് പിറകെ നടക്കുകയാണ്. എല്ലാവരും നല്ല എവിടെ ചെന്നാലും നല്ല വർത്താനം പറയാൻ ഞങ്ങൾ ഒപ്പം ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷായിട്ട് ഞങ്ങളെ കയ്യിലോ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭരണം എത്ര തന്നെ മാറി വന്നാലും അവർ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം. ഞങ്ങൾ ഈ ബൈപ്പാസിന്റെ ഇരകളൊക്കെ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വരും നാളെ വരും എന്നുള്ളതാണ്. ഞങ്ങളിൽ നിന്ന് ഒരു MLA കിട്ടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ ഇത് നടക്കുള്ളൂ, അല്ലാതെ നടക്കൂല. ഭരണം മാറി വരും, ഞങ്ങൾ ജയിക്കും. അപ്പോൾ വീണ്ടും മാറി മറ്റൊരു ജയിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും. അങ്ങനെ മാറി വരുന്നവരൊക്കെ ഇത് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളിൽ നിന്ന് ഒരു MLA ഞങ്ങൾ ഉണ്ടാക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൈപ്പാസിന്റെ കൂട്ടായ്മകൾ ഇന്ന് ചർച്ച ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ 2 പാർട്ടികളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ തീരുമാനം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം.